കർക്കിടക വാവ് ദിനമായ ഇന്ന് വിശ്വാസികൾ പിതൃസ്മരണയിൽ ബലിതർപ്പണ കർമ്മങ്ങൾ നടത്തുന്നു. സംസ്ഥാനത്തുടനീളമുള്ള ക്ഷേത്രങ്ങളിലും സ്നാനഘട്ടങ്ങളിലും പുലർച്ചെ മുതൽ ചടങ്ങുകൾക്ക് തുടക്കമായി. തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമ സ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം ബീച്ച്, ആലുവ മണപ്പുറം, കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം, വയനാട് തിരുനെല്ലി ക്ഷേത്രം തുടങ്ങിയവയാണ് സംസ്ഥാനത്തെ പ്രധാന ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ബലിതർപ്പണത്തിന് യാത്രക്കാരുടെ സൗകര്യാർത്ഥം KSRTC വിവിധ യൂണിറ്റുകളിൽ നിന്ന് സർവീസുകൾ ഒരുക്കിയിട്ടുണ്ട്. തലസ്ഥാനത്തടക്കം വിവിധയിടങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തി. തിരുവനന്തപുരത്ത് നിന്ന് സഫ്വാൻ വിശദാംശങ്ങളുമായി ചേരുന്നു. സഫ്വാൻ, എവിടെയാണുള്ളത്? അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു? സൈഫുദ്ദീൻ, തിരുവല്ലം ശ്രീ പരശുരാമ ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ രാവിലെ പുലർച്ചെ 2:30 തന്നെ ബലിതർപ്പണ കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 1:30 നട തുറന്നത്. വലിയ ഭക്തജന തിരക്കാണ് നിലവിൽ ഇവിടെയുള്ളത്. ഇവിടെ 9 കേന്ദ്രങ്ങളാണ് ഇത്തരത്തിൽ ബലിതർപ്പണം, പിതൃസ്മരണയിൽ ബലിതർപ്പണം അർപ്പിക്കാൻ ഇവിടെ ഉള്ളത്. ഈ കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ ബലിതർപ്പണം അർപ്പിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് തിരുവല്ലത്തേത്. അതുകൊണ്ട് തന്നെ രാവിലെ മുതൽ വലിയ ഭക്തജനത്തിരക്ക് ഇവിടെ ഉണ്ടായിരുന്നു. പോലീസിൻ്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികൃതരുടെയും നേതൃത്വത്തിൽ ഏറ്റവും പെട്ടെന്ന് ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണം നടത്തി പോകാനുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 9 ബലിമണ്ഡപങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിൽ ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള ബലിതർപ്പണം നടത്താനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. നിലവിൽ 3500ഓളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്താനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് വിശ്വാസികൾ ഇപ്പോൾ ബലിതർപ്പണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കേന്ദ്രം വർക്കല പാപനാശത്താണ്. പാപനാശത്തും ബലിതർപ്പണ കർമ്മങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി വിശ്വാസികളാണ്, ആയിരക്കണക്കിന് വിശ്വാസികളാണ് വർക്കലയിലേക്കും ബലിതർപ്പണ ചടങ്ങുകൾക്കായിട്ട് വരുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ KSRTC ഈ ബലിതർപ്പണ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിരവധി സർവീസുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൻ്റെയും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ പ്രതിനിധികളും തിരുവിതാംകൂർ ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുമൊക്കെ ഇവിടെ വേണ്ട സജ്ജീകരണങ്ങളും വേണ്ട പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ ക്രമീകരണം ഇതിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം നഗരത്തിലടക്കം ഗതാഗത ക്രമീകരണങ്ങൾ അടക്കം നടത്തുന്നുണ്ട്. രാവിലെ ഇവിടെ വരുന്ന സമയത്ത് വലിയൊരു ഭക്തജന തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുകൂടാതെ ഈ 2 കേന്ദ്രങ്ങൾ കൂടാതെ തിരുവനന്തപുരത്തെ വലുതും ചെറുതുമായ നിരവധി ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ബലിതർപ്പണ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൃത്യമായ പദ്ധതികൾ, പ്ലാനിങ്ങോട് കൂടിയാണ് ഇത്തരത്തിൽ ബലിതർപ്പണ കർമ്മങ്ങൾ. ശരി സഫ്വാൻ, കൊച്ചിയിൽ നിന്ന് ആലുവ മണപ്പുറത്ത് നിന്ന് ലിഡിയ ജേക്കബ് കൂടി ചേരുന്നുണ്ട്. ലിഡിയ, അവിടെ ബലിതർപ്പണ ചടങ്ങുകൾ എങ്ങനെ തുടരുന്നു?